ഇറാൻ ഭീഷണി കാരണം ഇപ്പോൾ അമേരിക്ക അവരുടെ വാണിജ്യ കപ്പലുകൾക്ക് പ്രത്യേകമായ ഒരു നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഇറാൻ ബോർഡറുകളിൽ നിന്ന് ദൂരം പാലിച്ചുകൊണ്ട് യാത്ര ചെയ്യാനാണ് ഈ നിർദ്ദേശമുള്ളത്. പ്രത്യേകിച്ച് അമേരിക്കയുടെ പതാകയുള്ള കപ്പലുകളാണ് ഇത്തരത്തിലുള്ള ഒരു നിർദ്ദേശം പാലിക്കാനായി അമേരിക്ക ഉത്തരവിട്ടിരിക്കുന്നത്. അമേരിക്ക കാരണം പറഞ്ഞിരിക്കുന്നത് ഇറാന്റെ ഭാഗത്തുള്ള ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നാണ്. കാരണം ഇതിനകം കഴിഞ്ഞയാഴ്ച ഏതാനും ചില കപ്പലുകൾക്ക് ഇറാന്റെ റവല്യൂഷണറി ഗാർഡിന്റെ ഭീഷണി ഉണ്ടായിരുന്നുവെന്നും ചില ആയുധങ്ങളുള്ള സ്പീഡ് ബോട്ടുകൾ ഈ കപ്പലുകളെ പിന്തുടർന്നു എന്നുള്ള രീതിയിലുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു. അത്തരം ഒരു സാഹചര്യം മുൻനിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ അമേരിക്കയുടെ രഹസ്യാന്വേഷണ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇത്തരം ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇറാൻ ഒരു പ്രത്യേകമായൊരു വീഡിയോ പുറത്തുവിട്ടിരുന്നു. അതിൽ ക്രൂസ് മിസൈൽ ഘടിപ്പിച്ചുകൊണ്ടുള്ള ഡ്രോണുകളായിരുന്നു അതിൽ പ്രദർശിപ്പിച്ചിരുന്നത്. ഈ ഡ്രോണുകൾ കപ്പൽ ആക്രമിക്കാൻ സന്നദ്ധമായി നിൽക്കുന്നു എന്നാണ് ഈ വീഡിയോയിൽ ഹർഷ് തൗരി പറഞ്ഞിരിക്കുന്നത്. ധാരാളം ക്രൂസ് മിസൈലുകൾ അടങ്ങിയ ഡ്രോണുകളാണ് എന്നതിനപ്പുറം ഇത് AI നിർദ്ദേശപ്രകാരം സ്വയം പ്രവർത്തിക്കാൻ കഴിയുന്ന ഡ്രോണുകളാണ് എന്നതാണ് ഏറ്റവും അപകടകരമാകുന്നത്. അമേരിക്ക പലതവണ അമേരിക്കയുടെ സ്പെഷ്യൽ ഫോഴ്സ് ആയിട്ടുള്ള ഡെൽറ്റ ഇറക്കി ഇറാനിൽ ചില പ്രത്യേക ഇടങ്ങളിൽ ഓപ്പറേഷൻ നടത്താൻ തീരുമാനിച്ചിരുന്നുവെങ്കിലും അതെല്ലാം പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. തുർക്കുമാനിസ്ഥാനിൽ നിന്ന് ഈ അവസാനമായിക്കൊണ്ട് ഡെൽറ്റ ഇറക്കാൻ കാരണം അത് ഇറാനുമായി അടുത്ത് നിൽക്കുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ഇറാന്റെ ചില ലീഡർമാരെ പൊക്കാനടക്കമുള്ള നീക്കമുണ്ടായിരുന്നെങ്കിലും അതെല്ലാം പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നാൽ അത്തരം ഒരു ഡെൽറ്റ ഫോഴ്സ് ഇറങ്ങുകയാണെങ്കിൽ അവർക്കെതിരെ പ്രവർത്തിക്കാൻ ഇത്തരം ഡ്രോണുകളെ കൊണ്ട് സാധിക്കുമെന്ന ഒരു സന്ദേശവും കൂടെ ഇറാൻ ഇതിൽ നൽകുന്നുണ്ട്. യഥാർത്ഥത്തിൽ വെനിസ്വേലയിൽ ചില സോണിക് വെപ്പൺസുകൾ ഉപയോഗിച്ചുകൊണ്ട് ശക്തമായ ശബ്ദ തരംഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സൈനികരെ പ്രവർത്തനരഹിതമാക്കി സ്പെഷ്യൽ ഓപ്പറേഷൻ നടത്തിയ അതേ രീതിയിൽ ഇറാനിൽ കാര്യങ്ങൾ എളുപ്പമല്ല. സ്വയം പ്രവർത്തിക്കാനും അതുപോലെ തന്നെ തീരുമാനമെടുക്കാൻ കഴിയുന്ന ഇത്തരം ഡ്രോണുകളെ വിന്യസിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇത്തരം ആയുധങ്ങൾ സോണിക് ആയുധങ്ങൾക്ക് പ്രയോജനമുണ്ടാവുകയില്ല. കാരണം നമ്മുടെ മനുഷ്യരാകുമ്പോൾ അവരുടെ പ്രവർത്തനങ്ങൾക്ക് അത് പ്രതികൂലമായി ബാധിക്കാം ഇത്തരം തരംഗങ്ങൾ. അതേസമയം ഫൈബറുകൾ അതുപോലെ കാർബൺ പ്ലാസ്റ്റിക്കുകൾ ഇത്തരം കാര്യങ്ങളെ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഡ്രോണുകളെ ഇത്തരത്തിലുള്ള സോണിക് വെപ്പൺസുകൾ ഉപയോഗിച്ച് തകർക്കാൻ കഴിയില്ല. ഇത്തരം ഡെൽറ്റ ഫോഴ്സുകൾക്കെതിരെ സ്വയം ആക്രമണം നടത്താനും കൂടെ കഴിവുള്ള ഈ ഡ്രോണുകൾ വിന്യസിക്കുമ്പോൾ അമേരിക്കയുടെ തന്ത്രം പാളുമെന്നുമാണ് കണക്കാക്കപ്പെടുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം ഇറാൻ പറഞ്ഞിരിക്കുന്നത് അമേരിക്കക്ക് മുന്നിൽ സർപ്രൈസ് ആയി വരാനുള്ള പല കാര്യങ്ങളുമുണ്ട്. അതിനെക്കുറിച്ച് സുരക്ഷാ കാരണത്താൽ അതൊന്നും വെളിപ്പെടുത്തുന്നില്ല എന്ന പ്രത്യേകമായൊരു പ്രസ്താവന ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആക്രമണത്തിന് തയ്യാറായി നിൽക്കുന്ന ഡ്രോൺ കമാൻഡിംഗ് സെന്ററുകൾ പുതിയതായി നിർമ്മിച്ചിട്ടുണ്ട് എന്നും ഇറാൻ പറയുന്നു.